ഇറാന്റെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ സമുച്ചയവും അതുപോലെ പാചകവാതക പ്ലാന്റും ഇസ്രയേലിൽ ബോംബിട്ട് തകർത്തു എന്ന വാർത്ത വരുമ്പോൾ പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. യഥാർത്ഥത്തിൽ ഈ നരകം വിതയ്ക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ സമയമാണ്. കാരണം ഇറാൻ ട്രംപിന്റെ എല്ലാ പദ്ധതികളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് ഇസ്രായേൽ വലിയ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇറാനിലെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ സമുച്ചയത്തിൽ വലിയ രീതിയിൽ ബോംബിട്ടിരിക്കുന്നു. പാചകവാതക പ്ലാന്റ് തകർത്തിരിക്കുന്നു. ഇതെല്ലാം കൂടി വല്ലാത്ത തരത്തിലുള്ള ഇതാണ്. അതിന് തിരിച്ചടിയായി ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിൽ അത് സൗദി 7 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് കളയേണ്ടി വന്നു. UAE-യിൽ, ഖത്തറിൽ, കുവൈറ്റിലൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ അസ്വസ്ഥരാണ്. അവിടുത്തെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, ഊർജ പ്ലാന്റുകൾ അടക്കമെല്ലാം അവർ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇറാന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു ഇറാനിലെ ജനങ്ങളോട്, അവിടുത്തെ ചെറുപ്പക്കാരോട് ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ അതിന് ചുറ്റും മനുഷ്യച്ചങ്ങല തീർത്ത് സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ മനുഷ്യച്ചങ്ങല തീർത്താൽ ഒരുപക്ഷെ ബോംബ് ചെയ്യില്ല എന്നായിരിക്കും. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ആ മഹാമനസ്കത കാണിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ആദ്യ ദിവസം തന്നെ ഇറാനിലെ ടെഹ്റാനിലെ സ്കൂളിൽ ബോംബിട്ട് 165 കുഞ്ഞുങ്ങളെ ചുട്ടുകരിച്ചവരാണ് ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സേന. അതുകൊണ്ട് അവരെന്തും ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപിൻ്റെ അന്ത്യശാസനത്തിൻ്റെ സമയമെടുക്കുകയാണ്. അവിടെ നരകം വിതയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം തന്നെ പാചകവാതക പ്ലാന്റുകളും പവർ പ്ലാന്റുകളും ആക്രമിക്കുന്നതുകൊണ്ട് തിരിച്ച് ഊർജ പ്ലാന്റുകൾക്ക് നേരെയാണ് സൗദിയുടെയും UAE-യുടെയും കുവൈറ്റിലൊക്കെ അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ തരത്തിൽ ഇത് യുദ്ധം രൂക്ഷമാവുകയാണ്. ഇത് എവിടെ ചെന്നെത്തുമെന്ന് അറിയില്ല. എന്തായാലും നാളെ നിർണായക ദിവസമാണ്. ബുധനാഴ്ചയോടെയാണ് ആ സമയം തീരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം മാത്രമേ ആശ്വാസമുള്ളൂ, ഇറാൻ ഒരു 10 പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഉടൻ വെടി നിർത്തണം, നഷ്ടപരിഹാരം നൽകണം, ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ട്രംപ് വഴങ്ങുന്നില്ല. ട്രംപിന് നാണം കെട്ടി ഇനി മുന്നോട്ട് പോകണം. താങ്ക് യു പി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.